ലായിലാലയ ഗ്രൂപ്പിലെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. ഹസ്ബുനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഒന്നാം ഖലീഫ. അദ്ദേഹത്തിൻ്റെ പ്രബോധത്തിലാണ് ഏറെക്കുറെ ആളുകളും, അതായത് പ്രസിദ്ധരായ പല മഹാന്മാർ ഇസ്ലാമിലേക്ക് വന്നത്. ആ കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മൂന്നാം ഖലീഫ. ഏറ്റവും കൂടുതലായി ഇസ്ലാമിക മാർഗത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്ത ആളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഖുർആൻ ക്രോഡീകരണത്തിൽ അദ്ദേഹത്തിൻ്റെ സേവനം വിലമതിക്കാനാവാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ റുഖിയ, ഉമ്മു കുൽസു എന്നീ മക്കളെ വിവാഹം ചെയ്തതും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും എല്ലാ അർത്ഥത്തിലും കഠിനമായി അദ്ദേഹം പരിശ്രമിച്ചു. അതേപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പ്രബോധനത്തിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ് സുബൈർ ബിൻ അഫ്ഫാൻ. 25-ാം വയസ്സിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന അദ്ദേഹം പിന്നീടുള്ള മുഴുവൻ സമയവും ദീനിനു വേണ്ടി മാറ്റിവെച്ചു. അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അബൂബക്കർ സിദ്ദീഖിൻ്റെ ക്ഷണത്തിലൂടെ ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. മദീനയിലേക്ക് ഹബശയിലേക്കും ഹിജ്റ പോയി. തബൂക്കിൽ മുസ്ലിങ്ങൾക്ക് പ്രതിസന്ധി അനുഭവിക്കുന്ന ഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് ആശ്വാസമായത് അബ്ദുറഹ്മാൻ ഔഫിൻ്റെ സമ്പത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുമ്പോൾ സമ്പത്ത് കൊണ്ട് ഇസ്ലാമിന് കരുത്തേകിയത് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും നമ്മുടെ ഉമ്മമാരുടെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ ചിലവുകൾ അബ്ദുറഹ്മാൻ ഔഫ് ഏറ്റെടുത്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അതുപോലെ അബൂബക്കർ സിദ്ദീഖിൻ്റെ പ്രബോധനത്തിൽ 19-ാം വയസ്സിൽ ഇസ്ലാമിലേക്ക് വന്ന ആളാണ് സഅദ് ബിൻ അബി വക്കാസ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളം പരിശ്രമിച്ച ആളാണ് സഅദ് ബിൻ അബി വക്കാസ്. വേറൊരാൾ കൂടിയാണ് തൽഹത്ത് ബിൻ ഉബൈദില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ 5 പേരും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ആളുകളാണ്. പ്രിയമുള്ളവരെ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു എന്ന് പറയുമ്പോൾ ഇവരുടെ അമലുകൾ എത്രമാത്രം തൂക്കമുള്ളതായിരിക്കും. അവരുടെ പരിശ്രമങ്ങൾക്ക് അല്ലാഹു തആല നൽകാനിരിക്കുന്ന പ്രതിഫലങ്ങൾ എത്രയായിരിക്കും. എന്നാൽ നാം തിരിച്ചറിയേണ്ടതും ചിന്തിക്കേണ്ടതും ഈ 5 പേരുടെയും അമലുകളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കൂടെ അവകാശപ്പെട്ടതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രബോധനത്തിലൂടെയാണ് ഇവർ ഇസ്ലാമിലേക്ക് വന്നത്. അവരുടെ നന്മകൾ, ഇവരുടെയൊക്കെ കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം ഒട്ടും ചോരാതെ, ഒട്ടും കുറയാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കിട്ടും എന്നതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രബോധന രംഗം എന്നത് അത്രയും നന്മകൾ വാരിക്കൂട്ടാനുള്ള അവസരമാണ്. അത് നാം തിരിച്ചറിയുക. നമ്മൾ പറയുന്ന സന്ദേശങ്ങൾ ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ, അത് പറഞ്ഞു കൊടുത്തത് ആ വ്യക്തിക്ക് ഉപകാരപ്പെട്ടാൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് എത്രയാണ് എന്നറിയാമോ? അതുകൊണ്ട് ഏതവസരത്തിലായാലും നമുക്കറിയുന്ന അറിവുകൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കൂടി ശ്രമിക്കണം. ഒരു പ്രാർത്ഥനയാണെങ്കിൽ പോലും, ഒരു ചെറിയൊരു പ്രാർത്ഥനയാണെങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവർക്ക്, അത് നമ്മുടെ വീടുകളിലുള്ളവർക്ക്, അയൽവാസികൾക്ക് പകർന്നു കൊടുക്കുക. നിങ്ങൾ കിട്ടുന്ന അറിവുകൾ ഒരു വീഡിയോ ആണെങ്കിൽ അതുപോലും അത് മറ്റുള്ളവരിൽ എത്തിച്ചാൽ അതിനുള്ള പ്രതിഫലം ഏറെയാണ്. ഇൻഷാ അല്ലാഹ് ചിന്തിക്കുക, പ്രവർത്തിക്കുക. ഈ ക്ലാസ്സിൽ കൂടെ ഒരു 3 ചോദ്യം ഇടുന്നതാണ്. അടുത്ത വീഡിയോയിൽ വിജയി കണ്ടെത്തും ഇൻഷാ അല്ലാഹ്. ചോദ്യം നമ്പർ 1, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എവിടെയൊക്കെയാണ് ഹിജ്റ പോയത്? ഈ ക്ലാസ്സിൽ പറയുന്ന സ്ഥലമാണ് പറയണ്ടേ. 2, സഅദ് ബിൻ അബി വക്കാസ് എത്രാമത്തെ വയസ്സിലാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കടന്നു വന്നത്? ചോദ്യം നമ്പർ 3, അബൂബക്കർ സിദ്ദീഖ് തബൂക്കിൽ മുസ്ലിങ്ങൾക്ക് പ്രതിസന്ധി നേരിടുമ്പോൾ പ്രതിസന്ധി അനുഭവപ്പെട്ടപ്പോൾ അവരെ സഹായിച്ചത് ആരാണ്? ഇത്രയാണ് ചോദ്യം. ഇൻഷാ അല്ലാഹ്. അള്ളാഹുവെ, സ്വർഗത്തിൻ്റെ അവകാശികളാക്കണേ അല്ലാ, നരകം ഹറാമാക്കണേ അല്ലാ, ഖബറിൻ്റെ അദാബത്ത് കാക്കണേ അല്ലാ,
റമദാൻ മാസം വെള്ളിയാഴ്ച രാവ് അതോടുകൂടി നിസ്കരിച്ച ശേഷം യാസീൻ ഓതിയ ശേഷം ഷഹാദത്ത് കലിമറൊക്കെ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് സ്വർഗം കാണിച്ച് ചിരിച്ചുകൊണ്ട് മരിപ്പിക്കണേ അല്ലാ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.